നമുക്കിന്നൊരു ക്ലൗഡ് ലാമ്പ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് ആദ്യം കുറച്ച് പഞ്ഞിയും പിന്നെ ഒരു ബോട്ടിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു പഞ്ഞി കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് വലിച്ച് ഇതിനൊന്ന് ഫ്ലഫ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആ ബോട്ടിലിൻ്റെ മേലോട്ട് ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് ഈ പഞ്ഞി നമ്മൾ അതിൻ്റെ മേലോട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ളും ഇതേപോലെ ഫ്ലഫ് ചെയ്ത് പഞ്ഞി ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ നമുക്ക് ഗ്രാജുവലി ആ ഒരു ക്ലൗഡിൻ്റെ ഷേപ്പ് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ബോട്ടിലാണുള്ളതെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്ത് ചെറുതാക്കണം കേട്ടോ. അത്രയും വലിയ ബോട്ടിലിൻ്റെ ആവശ്യം നമുക്കില്ല. ഈ ഒരു സൈസിലാണ് നമുക്ക് ബോട്ടിൽ വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ചെറിയ ബോട്ടിൽ ഉള്ളതുകൊണ്ട് ഞാൻ തരുന്നത് മാത്രം. ഇനി നമ്മൾ ഈ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പഞ്ഞി ഇതേപോലെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി ഫ്ലഫ് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ ഫെയറി ലൈറ്റ് എടുക്കുക. നമുക്കിത് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതേപോലെ കോർക്ക് ഫെയറി ലൈറ്റ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ബോട്ടിലിൻ്റെ മോൾ വശം തുറന്നിട്ട് നമ്മുടെ ആ ഫെയറി ലൈറ്റ് അതിൻ്റെ ഓപ്പണിങ്ങിൽ കൂടെ അതിൻ്റെ ഉള്ളോട്ട് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഫെയറി ലൈറ്റിൻ്റെ മോൾ വശം കുറച്ച് ഗ്ലൂ തേച്ച് പഞ്ഞി വെച്ച് കൊടുക്കുക, അറിയാണ്ടിരിക്കാൻ. ആ ബോട്ടിലിൻ്റെ സൈഡിലും പഞ്ഞി വെച്ച് കൊടുത്തോ. ഇനി ഓണാക്കി നോക്കുമ്പോൾ നമുക്ക് നല്ല അടി സെറ്റാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്കിനി ഒരു വാൾ ഡെക്കോറായിട്ടും ഡെസ്ക് ഡെക്കോറായിട്ടും അതേപോലെ തന്നെ നൈറ്റ് ലാമ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റും.